ഷ്യാമെ, കേരള പോലീസ് എന്ന് പറഞ്ഞാലേ വലിയ റെസ്പെക്റ്റ് ആണ് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്കെന്ന് മാത്രമല്ല രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾക്ക്. കേരള പോലീസ് എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലാൻഡ് യാർഡിനെ പോലും പറപ്പിക്കുന്ന പോലീസാണ്. ഇപ്പം ന്യൂയോർക്ക് പോലീസ് സംവിധാനത്തെ പോലും കേരള പോലീസ് സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളിക്കുന്നു എന്നുള്ള പ്രചാരണങ്ങളൊക്കെ പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കേരള പോലീസിനെ മുഴുവൻ കയ്യിലിട്ട് അമ്മാനവാടി വെല്ലുവിളിച്ച് നശിപ്പിച്ച് കേരള പോലീസിനെ മുട്ടയെ നിർത്തിയ ഒരു പെണ്ണുപിള്ളയുണ്ട്, അച്ചുമോള്. അപ്പൊ ആ പെണ്ണുപിള്ള, അതായത് കേരള പോലീസിനെ മുട്ടയെ നിർത്തിയ ഈ പെണ്ണുപിള്ളിയുടെ കഥ നമുക്കറിയണം. ഇത് എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്? കേരള പോലീസിനെ എങ്ങനെയൊക്കെ മുഴുവൻ പോലീസിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരെ മൊത്തം മുട്ടയിൽ നിർത്താൻ പറ്റുമോ? എന്താണ് ഷ്യാമിനെ അറിയാലോ കഥ എങ്ങനെയാണ്? ഞാൻ ഇവരെ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു ദിവസം വൈകിട്ട് 5 മണിക്ക് എൻ്റെ ഓഫീസിൽ ഇവർ വന്നു. അപ്പോൾ എൻ്റെ ഓഫീസിൽ വന്നിട്ട് അവിടെ സെക്യൂരിറ്റിയോട് ഇതുപോലെ ശ്യാം എന്ന റിപ്പോർട്ടറെ ഒന്ന് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സെക്യൂരിറ്റി അവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻ ഉണ്ട് ഞങ്ങളുടെ ഓഫീസിൽ. അങ്ങനെ പെട്ടെന്ന് ആരെയും കയറ്റിവിടില്ല, സെക്യൂരിറ്റി കയറ്റിവിടില്ല, പെർമിഷൻ മേടിച്ചിട്ടൊക്കെ കയറ്റിവിടും. അപ്പം മേളിൽ എന്നെ വിളിച്ചു, ഇതുപോലെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇറങ്ങി ചെന്ന് ഇപ്പം എന്നോട് പറഞ്ഞു, എന്നെ ഒരു SI പീഡിപ്പിച്ചു, ഒരു പീഡിപ്പിക്കപ്പെട്ട അതിജീവിതയാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ SIയോ? ഒരു പോലീസുകാരൻ SI എന്നെ പീഡിപ്പിച്ചു, പലതവണ പീഡിപ്പിച്ചു. ഷ്യാമിന്റെ അടുത്ത് തന്നെ ഈ കേസ് അതാണ് അതിന്റെ പ്രത്യേകത. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇവരെന്താ എന്നെ തേടി വരാനുള്ള കാര്യം? ഇവിടുത്തെ നമ്പർ 1 ചാനൽ വേറെണ്ണമുണ്ട്, നമ്മളൊക്കെ മൂന്നാമത് നിൽക്കുന്ന ഇതിൽ നിൽക്കുക. അതിലോട്ട് പോവാം, ഇല്ലെങ്കിൽ DGP നേരിട്ട് പോവാം, പരാതി കൊടുക്കാം, കോടതി പോവാം. അതാണ്. അപ്പം ഞാൻ ചോദിച്ചു, ആരാ, ഏത് SI ആണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ SIയുടെ പേര് പറഞ്ഞു. അത് എൻ്റെ സുഹൃത്താണ്. എൻ്റെ സുഹൃത്താണ്, എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം. ഞങ്ങൾ തമ്മിൽ നല്ല പരിചയമാണ്. ഈ പരിചയം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എന്തിനാണെന്നറിയോ? വാർത്തയാക്കുന്നതിന് മുമ്പ് ഇതിനുള്ള ശ്രമം നടക്കുന്നു ഞാൻ പുള്ളിയെ വിളിച്ച് പറയണം. അത് ശരി. ആ SI ഒന്ന് പേടിപ്പിക്കണം. SIയെ ഞാൻ വിളിക്കണം. വിളിച്ചിട്ട് എന്ത് പറയണം? ഇതുപോലെ ഒരു സംഭവം വന്നിട്ടുണ്ട്, സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും? വിരളും ക്യാഷ് കൊടുത്ത് ഒതുക്കാൻ നോക്കും, ഇല്ലേ? അപ്പം എനിക്കിത് ഇന്ന് മനസ്സിലായി. എൻ്റെ മുന്നിൽ വന്നിരുന്ന് സംസാരിച്ചപ്പം അതൊരു ക്രിമിനൽ ആണെന്ന് എനിക്ക് മനസ്സിലായി. ക്രിമിനലാണ്, ഒരു ക്രിമിനൽ ബുദ്ധിയാണിത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിപ്പോർട്ടറെ കണ്ടുപിടിച്ചാൽ പോരെ? നമ്പർ 1 ചാനൽ വേറെ ഒരെണ്ണമാണല്ലോ. അവിടുത്തെ റിപ്പോർട്ടറെ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തോട് ഇത് പറഞ്ഞ് വാർത്തയാക്കി പോവാമല്ലോ. അപ്പോൾ ഇത് എന്നെ കണ്ടെത്തി എന്നെ തേടി വരാനുള്ള കാര്യം ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആലോചിച്ചു, ഞാൻ എന്ത് വേണം? ഇവരെന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ഇത് ക്യാമറയുടെ മുമ്പിൽ പറയാൻ തയ്യാറാണെന്ന് ചോദിച്ചു. ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാനൊരു അതിജീവിതയാണ്, എൻ്റെ മുഖം കൊടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എനിക്ക് വർഷങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാം. അപ്പൊ എന്തുവാ, എനിക്ക് കൊടുക്കാനും പറ്റൂല. ഞാൻ കൊടുത്ത സാധാരണ ഞാനും റിപ്പോർട്ടറായിരുന്ന ആളാണല്ലോ. സാധാരണ നമുക്കൊരു അതിജീവിതം നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ നമ്മളാണ് അവരോട് പറയുന്നത് ഇത് നമുക്ക് മുഖം കൊടുക്കണ്ട. ഇതിപ്പോ ഇങ്ങോട്ട് പറയണം, എന്റെ മുഖം കൊടുക്കണ്ട, ആണല്ലോ. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇത് എയർ കൊടുക്കുന്നതിന് മുമ്പ് എയറിൽ എന്ന വാക്കാണ് ഉപയോഗിച്ചു. നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് ആണ് സംസാരിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി. ഇത് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ പഠിച്ചത്? ഞാൻ ഇതിനു വേണ്ടി സിവിൽ സർവീസിന്റെ കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, ബാക്കി പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് എയറിൽ കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ പെർമിഷൻ എന്നോട് പറയണം. എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞതിന് ശേഷമേ എയറിൽ കൊടുക്കാവൂ. സ്വിച്ച് ചെയ്യാവുന്നു. എല്ലാ ടെക്നിക്കൽ ടേംസും അറിയാം പുള്ളിക്കാരി. എല്ലാ സാധനങ്ങളും പഠിച്ചു വെച്ചിരിക്കുക. സ്വിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഇന്റർവ്യൂ എടുത്തു. ഇന്റർവ്യൂ ഫ്ലോറിൽ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. ഫ്ലോറിൽ പറ്റില്ല, പുറത്ത് വേണമെന്ന് പറഞ്ഞു. അതും അന്നേരം ഉപയോഗിക്കണം, വാക്കുകൾ സൂക്ഷിക്കണം. ഫ്ലോറ്, സ്വിച്ച്, എയർ, ഇതെല്ലാം നമ്മൾ അതിജീവിത നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയാം, അങ്ങനെ പുറത്ത് വെച്ച് ഇത് ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ സുഹൃത്താണല്ലോ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട്, ഇവരെന്തുകൊണ്ട് ഇത് ചെയ്തു അത് തന്നെ നടപ്പായി. എനിക്കിത് വേറെ മറ്റേ വേർഷൻ ഇതാവില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ വേർഷൻ വേണമല്ലോ. നമ്മളൊരാൾക്കെതിരെ എടുത്ത് വെറുതെ ആരെങ്കിലും പറഞ്ഞ് ആരെങ്കിലും ഒക്കെ എടുത്ത് വാർത്ത കൊടുക്കാൻ പറ്റും. ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ചതിക്കപ്പെട്ടതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു
ഞാൻ പറഞ്ഞു അതാണ് സംഭവിച്ചത്. ഇതിപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചു. ഹണി ട്രാപ്പായിരുന്നു. ട്രാപ്പാരം. അച്ചുമോള് ട്രാപ്പിൽപ്പെടുത്തി. എത്ര പോലീസുകാർ പെട്ടിട്ടുണ്ടായി? ഒരുപാട് പേര്. ഇത് അവസാനം പോലീസിന്റെ ഒഫീഷ്യൽ ഗ്രൂപ്പ് എടുത്തിട്ടൊരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു ചതി വരുന്നുണ്ട്, പിന്നെ ഇതുപോലൊരു പെൺകുട്ടി നിങ്ങൾക്ക് റിക്വസ്റ്റ് അയക്കും, അക്സെപ്റ്റ് ചെയ്യരുത്. പോലീസുകാർക്ക് ഒരു സാമാന്യ ബോധം ഇല്ലേ ഷാമേ? അവര് മനുഷ്യരല്ലേ, അവര് മനുഷ്യരല്ലേ, ചോര നീരുള്ള മനുഷ്യരല്ലേ അവരും. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫാമിലി പ്രോബ്ലംസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരെ ഇവര് നോക്കി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ചതിപ്പെടുത്തും. ഇവിടെ പൂവാർ സെക്ഷനി ഒരു 56 വയസ്സുള്ള ഒരു മനുഷ്യനെ പെടുത്തിയത്. 56 വയസ്സുള്ള ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുത്തു. വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് തട്ടിയെടുത്തു. ഇത് പോലീസിന്റെ ഗ്രൂപ്പിൽ പോലീസിന്റെ ഗ്രൂപ്പിൽ എടുത്തിട്ടു. ഇതൊരു വാണിംഗ് ആണ് എന്നാണ് ആ റെക്കോർഡിംഗ് പറയുന്നത്. ഇതൊരു വാണിംഗ് ആണ്, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ ട്രാപ്പിൽപ്പെടുത്താൻ ഇതുപോലൊരു യുവതി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പിടിക്കാൻ പറ്റില്ലല്ലോ പോലീസിന്. പറ്റിയില്ല. കേരള പോലീസ് എല്ലാവരെയും പിടിക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പല ഉദ്യോഗസ്ഥരുടെ ഓഡിയോ പുറത്തു വരും, പല ഉദ്യോഗസ്ഥരുടെയും കാര്യങ്ങൾ എടുത്ത് വെളിയിലോട്ടിട്ട് കൊടുക്കും. പല ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. അത് കഴിഞ്ഞെന്തറിയാമോ? എന്നെ വേറെ എസ്ഐയുടെ നമ്പർ വരുമെന്ന് ചോദിച്ചു വിളിച്ചു. നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ട്. പുള്ളി കാണാൻ നല്ല ഭയങ്കര ലുക്കാണ്. പുള്ളി യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് വരുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു സിനിമ സ്റ്റൈലാണ് പുള്ളിക്ക്. പ്രവൃത്തി അതുപോലെ ആവനാഴിയിൽ വരുന്ന മമ്മൂട്ടിയെ പോലെ ഇരിക്കും. ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഞാൻ നിന്നപ്പോൾ ഈ മനുഷ്യനുണ്ടല്ലോ, ഒരു ദിവസം ഒരു വാഗണാർ കാറ് ഒരാൾ കൊണ്ടുവച്ച് മറിച്ചു. അയാൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഓടിച്ചങ്ങ് അയ്യത്ത് പോയി. അപ്പൊ റോഡൊക്കെ കടന്ന് അയ്യൊക്കെ കടന്ന് പിന്നെ വാഴയൊക്കെ ഇടിച്ച് പൊളിച്ച് അവസാനം ഒരു തെങ്ങിത്ത് തട്ടി നിന്നു. ഇതെല്ലാം പുള്ളി ഓടിച്ച് അങ്ങ് പോവാ. പുള്ളി ഓടിച്ചങ്ങ് ചെന്നു. അങ്ങനെ ഓടിച്ചങ്ങ് ചെന്നിട്ട് പിന്നെ അവിടെ കിടന്നു. അപ്പോൾ ആരോ വിളിച്ചത് പോലീസിനോട് പറഞ്ഞ് അപ്പം ഞാനിങ്ങനെ ബൈക്കിൽ ഇങ്ങനെ വരിക കേട്ടോ. ബൈക്കിൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം ഇങ്ങോട്ട് പാഞ്ഞു വന്നു. ആ ജീപ്പ് പുള്ളി കൊണ്ടുവരുന്നത്, പോലീസ് ജീപ്പ് കൊണ്ടുവന്ന് ഒരു ചവിട്ട്. ഇതിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, ബ്രേക്ക് ചെയ്യുമ്പോൾ ടയറിൻ്റെ സൗണ്ട് വരുമല്ലോ. ഇത് കേട്ട് വണ്ടി അങ്ങ് നിന്ന് ചാടി ഇങ്ങോട്ട് ഇറങ്ങി. ഇങ്ങോട്ട് വന്ന് വാഗണാർ ഇങ്ങനെ തല ഇങ്ങനെ മറിഞ്ഞു കൊടുക്കുക. ഡോറും കൊണ്ട് തുറന്ന് ഇങ്ങനെ തൂക്കി ഇങ്ങെടുത്തു. എന്നിട്ട് മോഹൻലാലിന്റെ സിനിമയ്ക്കകത്ത് കൊണ്ടുവന്നാൽ ഇങ്ങനെ പിടിച്ചോണ്ട് എടുത്തുകൊണ്ട് ചെന്ന് ജീപ്പിന്റെ ബാക്ക് ഡോറും തുറന്ന് ഹാൻഡ് ഓഫ് വിട്ട് ജീപ്പ് ഉടച്ച് അങ്ങ് പോയി. ചോദ്യം പറച്ചിലൊന്നുമില്ല പുള്ളിക്ക്. പുള്ളി ഡയറക്റ്റ് ആക്ഷനാണ്. ഈ മനുഷ്യനെ നമ്പർ വെച്ച് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കൊരു കാര്യം തിരക്കാനാ, നമ്പർ തരാമോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ് ഞാൻ നോക്കട്ടെ, ഞാൻ സമയം. ഈ നമ്പർ ചോദിച്ച് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സകല പോലീസ് ഉദ്യോഗസ്ഥർ പേഴ്സണൽ നമ്പറാണ് ചോദിക്കുന്നത്. പേഴ്സണൽ നമ്പർ ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഞാനും പുള്ളിയായിട്ട് പരിചയമുണ്ടെന്ന് മനസ്സിലായി. ഞാനും പുള്ളിയായിട്ട് കമ്പനിയാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ നമ്പർ കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലൊരാൾ നമ്പർ ചോദിച്ച് വിളിക്കുന്നുണ്ട്, ഞാൻ കൊടുത്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ നമ്പർ കൊടുക്കും, ഇത് ട്രാപ്പാണ്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. എന്തായത് വിളിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ അടുത്ത് നമ്പർ ചോദിച്ചില്ല, ചിലപ്പോൾ കെട്ടിക്കാണും. ഇദ്ദേഹത്തിന് ഞാൻ മുന്നറിയിപ്പ് കൊടുത്തു. ഞാനൊരു വാണിംഗ് ആയിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നോട് ഇങ്ങനെ ഒരാൾ നമ്പർ വിളിച്ച് ചോദിക്കുന്നു, അദ്ദേഹം ഇന്ന പ്രശ്നങ്ങളിൽ ഉള്ള ആളാണ്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം, എന്ന് കരിയർ പോകുമെന്ന് പറഞ്ഞു. മറ്റേ ഉദ്യോഗസ്ഥന്റെ കരിയർ പോയി. ആ ഉദ്യോഗസ്ഥനൊപ്പം ഇരുന്ന എല്ലാവരും SHO മാരായി. ആ CI ആയി പ്രൊമോഷൻ കിട്ടി. ഈ പാവപ്പെട്ടവൻ തൊലഞ്ഞു പോയി. ഇല്ല, സസ്പെൻഷനിലായി. പിന്നെ കുറെ കാലം സസ്പെൻഷൻ പുറത്തു വന്നു. പിന്നെ ലോ ആൻഡ് ഓർഡറിൽ നിന്നൊക്കെ എടുത്ത് കളഞ്ഞു. ഇദ്ദേഹത്തെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഈ പിന്നെ ഓയൂര് ഒരു ബാറുണ്ട്, ഓയൂരെത്തണ്ട, പിന്നെ കരിങ്ങന്നൂർ കഴിയുമ്പോൾ ഓയൂരിനിടയ്ക്ക് ഒരു ബാറുണ്ട്. ഈ ബാറിൽ റൂം എടുത്ത് ഈ മനുഷ്യൻ അവിടെ കിടന്ന് കുടിച്ചു. ജോലിക്ക് പോവാതെ ഈ മനുഷ്യൻ കിടന്ന് കുടിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പിന്നെ റാങ്കിലുള്ളവരെല്ലാം ഇപ്പം DYSP ലെവലിൽ വരെ പോയി. ഒന്നും ആകാതെ പോയി ആ മനുഷ്യൻ. ഇപ്പോഴും സർവീസിലുണ്ടോ? ഇപ്പം മറ്റേ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് പുറത്താ. ലോ ആൻഡ് ഓർഡർ ഇല്ല, ലോ ആൻഡ് ഓർഡറിൽ നിന്ന് എടുത്ത് കളഞ്ഞു. ആ മനുഷ്യനെതിരെ DGP കൊണ്ടൊന്ന് പരാതി കൊടുത്തു കളഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് DGP കൊണ്ടൊന്ന് പരാതി കൊടുത്തു. DGPക്ക് പരാതി കൊടുത്തു. DGP പരാതി കൈ കിട്ടിയ ഉടനെ പിന്നെ പോലീസ് ആക്ഷൻ അങ്ങ് എടുത്തു. അപ്പോൾ ഇവർക്കും വേറെ പോലീസുകാരെ അറിയാം. അപ്പോൾ അവരെയും വിളിച്ചു പറഞ്ഞു കൊടുത്തു, ഇവനെ പൂട്ടണമെന്ന് പറഞ്ഞു, ഇദ്ദേഹത്തെ പൂട്ടണമെന്ന്, ഇവനെന്ന് പറഞ്ഞു, ഇദ്ദേഹത്തെ പൂട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരും എന്തോ ഇവരുമായിട്ടുള്ള അടുപ്പം വെച്ചിട്ട് അവരും കൈകാര്യം ചെയ്തു. ഇപ്പൊ ഈ പറയുന്ന സ്ത്രീ എവിടെയാണ്, എന്താണ് ഇപ്പൊ അവർ? പേരൂർക്കടയാണ്, തിരുവനന്തപുരം പേരൂർക്കടയാണ് താമസിക്കുന്നത്. ഒരു ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര ഫേമസ് ആണ് അവർ. കേരള പോലീസിന്റെ ഒരു പേടി സ്വപ്നമാണ് ഇപ്പോഴും. പേടി സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് ആരും പെടുന്നില്ല. പുതുതായിട്ട് ഇപ്പോൾ ആരും പെടുന്നില്ല. കാര്യം പെട്ടവർക്കെല്ലാം
പെട്ട കഥകളെല്ലാം പുറത്തു വന്നല്ലോ. അപ്പൊ പുതുതായിട്ട് ആരും പെടുന്നില്ല. പക്ഷേ ഇവരെ പെടുത്താൻ ശ്രമിച്ചില്ലേ കേരള പോലീസ്? ഇവരെ പിടിക്കാൻ പറ്റില്ല. അത് ഒരുപാട് ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ പോകും. കൂട്ടത്തോടെ വിട്ടു. എന്തിന് പോലീസ് കേസൊന്നും എടുക്കണ്ട. കുറച്ച് വീഡിയോസ് എടുത്ത് പുറത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുടുംബം തകർന്നു പോകത്തില്ലേ? ഫാമിലി നശിച്ചു പോയില്ലേ? കുടുംബജീവിതം നശിച്ചു പോയില്ലേ ഇവരുടെയൊക്കെ? അത് പേടിച്ചിട്ട് അരങ്ങായിരിക്കും. എന്താണ് ഇവരുടെ തൊഴിൽ? എന്താണ് ഈ സ്ത്രീയുടെ? അതെനിക്കും അറിയില്ല. എനിക്കും അതിനെക്കുറിച്ച്. ഇവരെവിടെ നിന്ന് വരുന്നു, ഇവരെങ്ങോട്ട് പോകുന്നു, ഇവരുടെ ലക്ഷ്യം എന്താണ്, അവരുടെ മോട്ടീവ് എന്താണ്? അവർ എന്നോട് പറഞ്ഞത് സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് പോവാണ്. സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് പോവാണ് എന്നാണ് അവരെന്നോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. ഞാൻ 2 തവണ ഇവരോട് സംസാരിച്ചിട്ടുള്ളൂ. 2 തവണയാണ് ഇവരോട് സംസാരിച്ചത്. 2 തവണ ഈ കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷം പിന്നെ സംസാരിച്ചിട്ടില്ല. ഇത് 2 തവണ ഇങ്ങനെ സംസാരിച്ചു. ഒരു തവണ ഇതുപോലെ ആ ഉദ്യോഗസ്ഥന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വിളിച്ചു. പിന്നെ അത് എയറിൽ കൊടുക്കണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചില്ല. ഇവരുടെ ഇരകളാകുന്ന ഉദ്യോഗസ്ഥന്മാർ ഏത് റാങ്കിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്? SI മാരെ. മേപ്പോട്ടൊന്നും പിടിക്കില്ല, കീഴ്പോട്ടാണ്. SI മാരെ, SHO മാരെ, SI മാര്, SHO മാര്, പിന്നെ DYSP. ഈ ട്രാപ്പിൽ പെടുത്തിക്കഴിഞ്ഞാൽ അടുത്ത ഇവരുടെ ലക്ഷ്യം എന്താണ്? ഭീഷണിപ്പെടുത്തി പണം തട്ടലാണോ? ക്യാഷ് മേടിക്കും. ചോദിക്കുന്ന ക്യാഷ് കൊടുക്കേണ്ടി വരും. കൊടുത്തില്ലെങ്കിൽ പെടും. ചിത്രങ്ങളെല്ലാം പുറത്താക്കും. ഈ ഓഡിയോ എങ്ങനെ പുറത്തു വന്ന മന്ത്രിയുടെ ഓഡിയോ അവരാണോ എന്ന് ഇപ്പോഴും കൺഫർമേഷൻ ഇല്ല എങ്കിലും, പക്ഷെ അവരുടെ ശബ്ദം പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അതിൽ മന്ത്രി പറയുന്നുണ്ട് കബളിപ്പിക്കുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. മന്ത്രി ഇലക്ഷന് മത്സരിച്ചുകൊണ്ടിരുന്നപ്പോഴേ എപ്പോഴാ ഇറങ്ങുന്നത്? സാറേ മഴ പെയ്യാണ്, കൊട എടുത്തില്ല, റെയിൻകോട്ട് ഇട്ടെങ്കിൽ പോലെ. ഇപ്പൊ നാളെ വരാ സാറേ, കബളിപ്പിക്കുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലേ? പൂർണ്ണമായിട്ട് കേട്ടില്ല. ആ സമയത്ത് വലിയ വൈറലായ ശോഭ ചേച്ചി അത് എടുത്ത് പുറത്തിട്ടെന്ന് പറയുന്നുണ്ട്. ശോഭ സുരേന്ദ്രനാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ചെയ്തില്ല. ശോഭ ചേച്ചി വെറും ആരോപണങ്ങള്. കുറുക്കുവഴിയിലൊന്നും ശോഭ സുരേന്ദ്രൻ ആരെയും കൈകാര്യം ചെയ്യാൻ നോക്കത്തില്ല. ശോഭ സുരേന്ദ്രൻ പറയുന്നെങ്കിൽ നേരിട്ട് അങ്ങോട്ട് പറയും. പിന്നെ ഞാൻ ഈ അശ്വതി അച്ചു എന്ന് പറയുന്ന ഈ യുവതിയെ വേറെ ഏതോ ഒരു കേസിൽ, നിസ്സാര കേസിൽ ഏതോ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു വാർത്ത പൂവാർ സ്റ്റേഷനിൽ വാർത്ത ഞാൻ കണ്ടായിരുന്നു. ഈ കേസിൽ ഒന്നുമില്ല. കാരണം കേരള പോലീസ് നിസ്സഹായമായിട്ട് നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോ കുടുംബം പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്താണെന്നറിയോ? പോലീസിന് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് പോലെ പോലീസിനെ ശ്രദ്ധിക്കാമല്ലോ. ഇപ്പോ ഇവരെന്ത് ജോലി ചെയ്യുന്നു എന്ന് പക്ഷെ അറിയാമോ? പേരൂർക്കട ഉണ്ടെന്നറിയാം. ഞാൻ കുറെ നാൾ മുമ്പ് ഇങ്ങനെ പോകുമ്പോ കണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കഥ പറഞ്ഞില്ലേ, അതോട് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരാൾ വണ്ടി ഓടിച്ച് കണ്ടം വഴിയൊക്കെ പോയത്, SI തൂക്കിക്കൊണ്ടുപോയത്. ഇന്നിപ്പോ ഒരു വലിയ വാർത്ത വന്നുകൊണ്ടിരിക്കുക. കോട്ടയം കുറുപ്പന്തറ കടവുപാലത്തിന്റെ അവിടെ ഇങ്ങനെയുള്ള ഗൂഗിൾ പറ്റിക്കുന്നു ആൾക്കാര്. ഗൂഗിൾ മാപ്പിൽ നോക്കി തോട്ടിലോട്ട് കാറ് പോകുന്നു. ഇത് ഇപ്പോഴും ഒരു തവണയൊന്നുമല്ല. ഇത് ഗൂഗിൾ സ്ഥിരം പണി എടുത്തോണ്ടിരിക്കുന്ന ആൾക്കാർക്ക്. 2 കൊല്ലം മുമ്പ് തോട്ടിലോട്ട് പോകുമ്പോ അവർക്ക് കണ്ടാറുണ്ടോ തോടാണെന്ന്? എന്ത് ഓടിച്ചു കൊണ്ടിടുന്ന ശ്രദ്ധിച്ചു കാണത്തില്ല. 100 പേര്. ഇത് ഗൂഗിൾ മാപ്പ് ഇങ്ങനെ ഗൂഗിൾ മാപ്പിനെ വണ്ടിയിൽ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോയി കാണും. പോയി അങ്ങ് ഇറങ്ങിക്കൊണ്ട് കൊടുക്കും. ഇത് 2 കൊല്ലം മുമ്പ് ഞാൻ കോട്ടയത്തിരുന്നപ്പം ഞാൻ റിപ്പോർട്ട് ചെയ്താ ഒരു ഫോർച്യൂണർ റൗണ്ട് ഇട്ട് കൊടുത്തത്. ഒരു ഫോർച്യൂണർ കാർ മൊത്തത്തിൽ. ഇത് ഈ തേനി ചേർത്തല മിനി ഹൈവേയുടെ ഭാഗമാണ്. കുറുപ്പന്തറ കടവുപാലം. ഇത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇവരിത് നോക്കി സ്വന്തം ഇറങ്ങി കൊടുക്കും. അതുകൊണ്ട് ഈ വാർത്ത കാണുന്നവർ അതുവഴി സഞ്ചരിക്കുമ്പോൾ ഈ ഗൂഗിൾ മാപ്പിനെ വിശ്വസിക്കാൻ പോകരുത്, പണി കിട്ടും. അതോട് പറഞ്ഞ് അവസാനിപ്പിക്കാം.